ഞാനവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇൻഫാക്ട് എന്റെ എല്ലാവർക്കും നമസ്കാരം. സന്തോഷ വാർത്ത. ഇന്ന് കേസ് ഉണ്ടായിരുന്നു, ഇന്നില്ല. നാളെ ട്യൂസ്ഡേ 2-ാം തീയതി കേസ് വിളിച്ചിരിക്കുകയാണ്. There is no negotiation between no negotiation. ഇത് 10 വർഷം മുമ്പ് തീരുന്ന ഒരു കാര്യം. 10 വർഷം നീ ഇപ്പം അനുഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നല്ലേ. നിന്നെ കൊണ്ട് കഷ്ടപ്പെട്ട ഒരു കുടുംബമുണ്ട്. നീ അതൊന്ന് ആലോചിച്ച് നോക്കണം. നിന്റെ ആദ്യത്തെ ഭാര്യ എന്തിനാണ് നിന്നെ ഇട്ടിട്ട് പോയത്? നിന്റെ രണ്ടാമത്തെ ഭാര്യ എന്തിനാണ് നിന്നെ ഇട്ടിട്ട് പോയത്? നിന്റെ മൂന്നാമത്തെ ഭാര്യ നിന്നെ എന്തിനാ ഇട്ടിട്ട് പോയത്? ഇപ്പം 4-ാമത്തെ ഒരുത്തിയുണ്ട്. അതിന് ഇനി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. എന്നെ വിട്ട് പോവല്ലടി അതുപോലെ ആയിരിക്കും ചിലപ്പം. അല്ല, ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഉളുപ്പും മാനവും നാണോ ഇല്ലാതെ വന്നിട്ട് ഇപ്പം ഇവൻ ചൊറിഞ്ഞുകൊണ്ട് പോകുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ചില കാര്യത്തിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ചില കാര്യത്തിലൊക്കെ സപ്പോർട്ട് ചെയ്ത് ഓക്കെ, അയാൾ പോട്ടെ, അയാൾക്കൊരു നല്ലൊരു ബുദ്ധി കൊടുക്കണേ. കാരണം നമ്മളൊക്കെ പണ്ട് സ്ക്രീനിലൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ബാലയുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ പറയണ്ടേ, ഇവന്റെ തനി കോണം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവന്റെ ഓരോ ഇന്റർവ്യൂ എടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ പോലും ഈ അമൃത അങ്ങ് എപ്പോഴും അങ്ങ് കളിയാക്കി ഇവനങ്ങ് കൊമ്പത്തെ രാജകുമാരൻ. ബർത്ത്ഡേക്ക് അപ്പുറത്തെ വീട്ടിൽ പോയി കഴിച്ചത് വല്ല പ്രൗഡായിട്ട് പറഞ്ഞൊരു നാളെയുണ്ടാവും, ഉണ്ടാക്കി തരണ്ടേ എന്നൊക്കെയുള്ള ഡയലോഗും കാര്യങ്ങളും ഒക്കെ. അന്നേ ഇവനൊരു അല്പനാന്ന് എനിക്ക് മനസ്സിലായതാ. ഓക്കെ, എന്താ പറയാ, ഇതിപ്പോൾ എൻ്റെ 4-ാമത്തെ കല്യാണം കഴിച്ച ഏതെങ്കിലും ഒരു മൂലക്കിരിക്കും ഇടയ്ക്ക് ഞാൻ കേരളം വിട്ട് പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് തൊലിച്ചു പിടിച്ച് ഇങ്ങോട്ട് വന്നതെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഓക്കെ, ഇപ്പം വീണ്ടും രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. വെറുതെ വന്നിട്ടെണ്ണം വന്ന് ചൊറിയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. 250 കോടി രൂപ ആർക്ക് കോക്കിലേക്ക് എഴുതി കൊടുത്തെന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അമൃത ഒരു കാര്യം അമൃതയുടെ വീഡിയോക്കകത്ത് 1 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ എന്താ പറയണ്ടേ, ഡിവോഴ്സ് കൊടുത്ത സമയത്താണെങ്കിലും ഈ സ്വത്തിൻ്റെയും കാര്യങ്ങളും എൻ്റെ മോക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതി അമൃത പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അമൃത ഇത് പറയുകയും ചെയ്തു. ആ വീഡിയോയുടെ തൊട്ട് 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴും അമൃത പറയുകയും ചെയ്തിട്ടുണ്ട്, ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കൊച്ചിന് സമാധാനം മാത്രം മതി, സൈബർ അറ്റാക്കോ കാര്യങ്ങളൊന്നും ആ പാമ്പിടിച്ച കൊച്ചിന് ഉണ്ടാവല്ലേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ. കാരണം വെച്ചാൽ സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്. അന്ന് ആ കൊച്ചു ഒരു വീഡിയോ ഇട്ട് ഇതിന് ശേഷം ഒരുപാട് ആൾക്കാരടി നിനക്ക് നാളെ കൊച്ചു കഴിവർ ആ രീതിയിലെ കമന്റ് വരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് ആ ഒരു വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ്. മോശമായിട്ടുള്ള കമന്റും കാര്യങ്ങളും എല്ലാം കൊച്ചിനെതിരെ സംസാരിച്ചു. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നാറി അത് കഴിഞ്ഞിട്ടൊരു വീഡിയോ കൂടി ഇട്ടായിരുന്നു. അപ്പോഴത്തേക്ക് കൊച്ചിന് മൊത്തം സൈബർ അറ്റാക്ക് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ്. അതിന് സ്കൂളിൽ പോകേണ്ടതാണ്. അത് 4 ആൾക്കാരെ കാണേണ്ടതാണ്. നീയും അവരും തമ്മിലുള്ള പ്രശ്നത്തിന് ബലിയാടായിപ്പോയത് ആ ഒരു കൊച്ചാണ്. നീയും ആ അമൃതയും തമ്മിലുള്ള പ്രശ്നത്തിന് ആ കൊച്ചാണ് ബലിയാടായിപ്പോയത്. ഓക്കെ, ഇപ്പം വന്നിട്ട് അവൻ സ്വത്ത് 250 കോടി അവൾക്ക് കൊടുത്തെന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചിട്ട് പ്രൗഡ് അല്ലടാ അത്. ഇപ്പം അമൃത പറയും ഒന്നും വേണ്ട, കൊച്ചിന് സമാധാനം വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു തന്ത എന്ന് പറയുന്നത് നിനക്ക് അത് കൊടുക്കാനൊരിതുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? ഉണ്ടാക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ. പറഞ്ഞാൽ മനസ്സിലായോ? പപ്പു എന്ന് പറയാം. മക്കൾ ചിലപ്പോൾ നിന്നെ വെറുക്കുമായിരിക്കും. നിന്റെ പല രീതികളും കണ്ട് 3 വയസ്സിൽ ആ കൊച്ചു അനുഭവിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ വീഡിയോ പറയുമ്പോൾ ഈ പറയുന്ന അമൃത ഉൾപ്പെടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ കഥ പടച്ച് കാണിച്ച ഓരോ തോന്നിയവാസങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ എനിക്കിപ്പോഴും ഉണ്ട്. കുഞ്ഞിനെ നടന്ന 1, 2, 3 വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കിടന്നാൽ അത് അങ്ങനെയാണ്. ചില ആൾക്കാരൊക്കെ വന്ന് അന്നും കമന്റ് ഇട്ട് മെഴുകിയിട്ടുണ്ടായിരുന്നു, എൻ്റെ പൊന്നോ പിന്നെ 3 വയസ്സുള്ള ഒരു കള്ളി അവളെല്ലാം ഓർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ആ കൊച്ചിനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തി. ഓക്കെ, എന്തായാലും ഒരു തന്ത നിലയ്ക്ക് നിനക്ക് കൊടുക്കാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളതാണ്. തന്ത എന്ന നിലയ്ക്ക് എന്തൊക്കെ വന്നാലാണെങ്കിലും ശരി, നീ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. നിന്റെ ലോകം ഇന്നലെ കണ്ട ഒരുത്തിയാണെന്ന് പറഞ്ഞതിൻ്റെയൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഓക്കെ, നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടായിരിക്കും അവൾ വന്നത്, നിന്നെ സപ്പോർട്ട് ചെയ്ത് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പം നീ കാണിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇപ്പം വന്നിട്ട് ഇപ്പം മനഃപൂർവ്വം ചൊറിയുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. മനഃപൂർവ്വം. എന്തായാലും എലിസബത്ത് ഹാപ്പിയാണ്. അവർ നല്ല രീതിയിൽ അവരുടെ കാര്യം നോക്കി. ഇപ്പോൾ അവിടെ ഓട്ടവും ചാട്ടമൊക്കെ ഇട്ട് 10 കിലോമീറ്റർ ഓട്ടത്തിന് പോയി പാതിക്കിട്ട് തിരിച്ച് വരികയും ചെയ്തിട്ട് മെഡലൊക്കെ മേടിച്ച് നിൽപ്പുണ്ട് പുള്ളിക്കാരി. ഞാൻ കളിയാക്കാൻ പറഞ്ഞൊന്നുമല്ല. പുള്ളിക്കാരുടെ കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഓക്കെയാണ്. ഞാനിതൊരു ഫണ്ണായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവൻ എന്തോ കിടന്ന് കുരയ്ക്കുന്നതെന്ന് നോക്കാം. കൈസർ 10 കൊല്ലം മുമ്പ് തീർന്ന കാര്യം. അപ്പോൾ എല്ലാവരും യൂട്യൂബേഴ്സ് ചില പൊറുക്കിങ്ങളാക്കാണല്ലേ, അവനെ എല്ലാവരും പറയുന്നു നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു, അറിവ് കെട്ടവങ്ങളാ. The settlement is done in the court, in front of the judge. ചെക്കില്ല, ഡി ഡി കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞു.
എന്നിട്ടും കൊടുക്കാൻ പോയപ്പോഴാണ് ഇത്രയും പ്രശ്നം വന്നത്. അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. ഏയ് അണ്ണാ, പ്രൂഫ് എടുക്കാ, നീ എന്നാ ഇത് കൊടുത്തത്? അതിൻ്റെ പ്രൂഫോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഞാൻ അറിഞ്ഞത് അങ്ങനല്ലായിരുന്നല്ലോ. ഞാൻ അന്വേഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞപ്പം ആ ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ്. അത് വേറെ കാര്യങ്ങൾ. ഈ ഒരു കേസുമായിട്ട് അടുത്ത് ബന്ധമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ സംസാരിച്ചപ്പം ഒരു കാര്യങ്ങളൊന്നും ഇദ്ദേഹം ചെയ്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോറി, ഇദ്ദേഹം ഒന്നും ഞാൻ പറയുന്നില്ല, ഓക്കെ, ഇവൻ ചെയ്തിട്ടില്ലെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ എന്തെങ്കിലും തെളിവ് താൻ സോഷ്യൽ മീഡിയ ഹാജരാക്കിയെങ്കിൽ ഓക്കെ, അന്തസ്സുണ്ടെന്ന് പറയാം. ആ പേരൊക്കെ വേണമെങ്കിൽ ഒന്ന് വെട്ടിയിട്ടാണെങ്കിലും ഇന്ന പോലെ ഞാൻ ഇന്ന ഇത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. 100 പേരില്ലെങ്കിൽ 10 പേരെങ്കിലും എന്നെ വിശ്വസിക്കണ്ടേ? നീ പ്രൂഫ് ചാടാ, അപ്പൊ നിന്നെ വിശ്വസിക്കാം, അതിനൊരു കുഴപ്പമില്ല. ഇത് അതുമില്ല. സന്തോഷ വാർത്ത, നാളെ എനിക്ക് നിയമം കിട്ടണം. നാളെ എനിക്ക് നിയമം കിട്ടിയിരിക്കണം. ഈ കേരളത്തിൽ എനിക്ക് കിട്ടിയിരിക്കണം. കോർട്ട് പറയണം. എടീ, ഇവിടെ വന്നിട്ടിരുന്ന് തൊലിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സോഷ്യൽ മീഡിയ ആണോ നിന്റെ കോർട്ട്? നീ ഒരാളെ തീർത്തിട്ട് വന്നിട്ട് ഞാനാണ് കൊന്നത്, എനിക്ക് ഇന്ന വർഷം ഇത്ര വർഷം 8 വർഷം എനിക്ക് ജയിലിൽ കിടക്കാൻ പറ്റത്തുള്ളൂ, എനിക്കാണെങ്കിൽ മട്ടനും ചപ്പും വേണം, പിന്നെ ആഴ്ച മന്തിക്ക് വേണമെങ്കിൽ ഞാൻ കുഴിയെടുക്കാം, ഇത് ഇന്ന പോലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് പറയുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ആർക്കെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ കോർട്ട് നിന്റെ സോഷ്യൽ മീഡിയയിൽ ഇവിടെ നിന്റെ ഒന്നും ഇരിപ്പില്ല. അതും കൂടെ ആദ്യം മനസ്സിലാക്കുക കിഴങ്ങാ. ഇതാണ് ഇയാൾ പൊട്ടനാന്ന് പറയുന്നത്. ഇവനൊക്കെ ഞാൻ അന്നൊക്കെ ഞങ്ങളുടെയൊക്കെ അമ്മമാരൊക്കെ എന്തൊരു ആരാധനയായിരുന്നു അറിയാം ഇവനൊക്കെ. ബാലമോനെ കണ്ടില്ല, ബാല. ഇപ്പൊ അവർക്കൊക്കെ ഇവന്റെ വീഡിയോ വന്ന നോട്ട് ഇൻട്രസ്റ്റ് ഒന്നും പറഞ്ഞ് അടിച്ചു കളയുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അന്ന് 18 വയസ്സിൽ അമൃതയ്ക്ക് എങ്ങാണ്ട് പറ്റിയ അബദ്ധം. പിന്നെ ആ ഒരു പ്രായം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താ പറയണ്ടേ, ക്യൂട്ട്നെസ് വാരി എറിയുന്ന ഇവനെ പോലുള്ളവരൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ജീവിതം അങ്ങോട്ട് പോയി കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുക ചെയ്യുന്നത്, പെട്ടുപോയല്ലോ എന്നുള്ള രീതിയിലാണ്. റാങ്ക് അന്നേ ആ പെണ്ണിനെ കളയാമായിരുന്നു. ഓക്കെ, ഇവർ ആ ഒരു വസ്തുവില്ല, എനിക്ക് ഇത് കണ്ടിട്ട് നമുക്ക് വേറെ 2 വീഡിയോ കൊണ്ടുണ്ട് കേട്ടോ, ആരും സ്കിപ്പ് ചെയ്യാതെ പോകണേ. പിന്നെ ഇവരെ വെറുക്കുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടിക്കണേ, വെറുക്കുന്നവർ മാത്രം പരമാവധി ഷെയർ ചെയ്തു ഇവൻ്റെ ഈ വിഷയം. കാരണം രേണുസുതിക്ക് മുമ്പ് എല്ലാവരും ട്രോളിക്കൊണ്ടിരുന്നപ്പോഴാണ് ചേച്ചിയുടെ എൻട്രി. ചേച്ചി ഫീൽഡ് വിട്ടപ്പം ദേഹരുന്ന് തിരിച്ച് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇൻഫാക്ട് എന്റെ സ്വർണം, എന്റെ വണ്ടി ഒന്നും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല. ഈ പറയുന്നുണ്ട് പിന്നെ പറഞ്ഞിട്ടില്ലായിരുന്ന കാര്യങ്ങളായിരുന്നു. സ്വർണം, സ്ത്രീധനം കൊടുത്തിട്ടില്ല, സ്വർണം മൊത്തം പാലച്ചേട്ടന് ഇടിപ്പിച്ച്. ഇതിനൊക്കെ എന്താ തെളിവുള്ള? എന്റെ ഞങ്ങൾക്ക് ഇളമക്കരയിൽ ഉണ്ടായിരുന്ന ഒരു വീട്, ആ വീട് വിറ്റിട്ടാണ് അച്ഛനും അമ്മയും ആ ഫുൾ സ്വർണവും വാങ്ങിച്ചതും. ചോസ്കൊന്ന നമ്മൾ ഫുൾ സ്വർണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെ. ഞാൻ പ്രസന്റ് ചെയ്യാം അതിന്റെ ഇൻവോയ്സ്. ആ സ്വർണം ഒക്കെ പോയി. ആ സ്വർണം ഒന്നും വേണ്ട. അതായത് മോൾ ഇത്രയും ടോർച്ചർ, ഈ ഡിവോഴ്സ് കേസിൽ കൂടെ ഇത്രയും ടോർച്ചർ കൂടെ പോയപ്പോ എനിക്കൊന്നും വേണ്ട. എല്ലാവരെയും പോലെ ഞാനും കോമ്പൻസേഷൻ ചോദിക്കുമല്ലോ. എന്റെയും ലൈഫ് പോയതാണ്, എന്റെ മോളുടെ ലൈഫ് പോയതാണ്. എന്റെ പഠിത്തം പോലും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നത്. അപ്പോ എല്ലാ ഡിവോഴ്സും നടക്കണ പോലെ തന്നെ ഞാനും പഠിക്കണമായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ആ കാര്യത്തിന് കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല ജോലിയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സിറ്റുവേഷൻ കൊണ്ട് ഇവിടെ ആയിപ്പോയതാണ്. എന്ത് ചെയ്യാനാ? പെട്ടെന്ന് നമ്മളും ഇമോഷണലായിപ്പോൾ. ഇത് പഴയ കേസ് കേട്ടാണ്, പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പം അമൃത വന്നിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 10-32 വയസ്സ് ഉള്ള സമയത്ത് അങ്ങോട്ട് വീഡിയോ ആണിത്. നല്ല മെച്ചൂർഡായിട്ടാണ്. കാരണം അന്ന് അവർക്ക് അതിനുള്ള ബോധവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ലോകം മൊത്തം എനിക്ക് തോന്നുന്നു ആ സമയം കളഹം എന്ന് പറഞ്ഞ പടമാണെന്ന് തോന്നി. എൻ്റെ മലയാളം ആദ്യത്തെ പടം മണിക്കൂട്ടനൊക്കെ ഉള്ള സമയമാണ്. അത്യാവശ്യം പടം പൊട്ടിയാണെങ്കിലും അന്ന് മോസാബേറിലാണ് ഞാൻ ഈ പടം കണ്ടത്. ഇവന് നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നു. അപ്പം അത്രയും തിളങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ പ്രൊപ്പോസ് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഇവൻ ആരോടും പറഞ്ഞു നടന്നിട്ടൊന്നുമില്ല കേട്ടോ. ഡീസെൻ്റാ എല്ലാം ഇവിടെ വന്ന് പ്രൊപ്പോസ് ചെയ്തെന്നുള്ള രീതിയിലാണ്. കാരണം അണ്ണൻ്റെ ഇമേജ് പോയല്ലോ അങ്ങനെ. പക്ഷേ ചിന്തിക്കാമായിരുന്നു. എല്ലാ എന്താ പറയണ്ടേ, പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം ഇങ്ങനെയാണ്, എടുത്ത് ചാട്ടം എന്ന് പറഞ്ഞാലേ. അല്ലെങ്കിൽ കണ്ടന ഓളനൊക്കെ പിടിക്കുന്നവന്മാരുടെ അടുത്തൊക്കെ പോകാൻ ഇവർക്കൊക്കെ നേരം കാണത്തുള്ളൂ. ഓക്കെ, എനിക്ക് എന്റെ പാപ്പന് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ചോദിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ
ഇവളെ ആ കോടതിയിൽ നിന്ന് വലിച്ചടിച്ചുകൊണ്ട് പോയ സീനും അതിനുശേഷം മോള് അനുഭവിച്ചിട്ടുള്ള ട്രോമ. അവള് പുറത്തു പോകാൻ പേടിയായിരുന്നു. എന്റെ ഡാഡി വന്ന് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അവള് സ്കൂളിൽ പോലും പോകില്ലായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അവള് സമ്മതിക്കില്ലായിരുന്നു. എന്നെയും അഭിരാമിനെയും അമ്മേനെയും അച്ഛനെയും കെട്ടിപ്പിടിച്ചിട്ട് ഇവിടെ എപ്പോഴും നിൽക്കുള്ളായിരുന്നു. അപ്പൊ ഇങ്ങനെ ട്രോമാറ്റിക് ആയിട്ടുള്ള ആ കുഞ്ഞു ഭാവയ്ക്ക് എടുക്കാൻ പറ്റുന്നതിന് കൂടുതലാണ് അനുഭവിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ കേസിൽ നിന്ന് പിന്മാറുന്നത്. അപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്ക് കോമ്പൻസേഷനും വേണ്ട, ഒന്നും വേണ്ട. എന്റെ പാപ്പുവിനെ ഉപദ്രവിക്കാണ്ടിരുന്നാ മതി, പാപ്പുവിനെ ടോർച്ചർ ചെയ്യാണ്ടിരുന്നാ മതി. അപ്പൊ പൈസ വേണ്ടെങ്കിൽ നീ കൊച്ചിനെ വേണ്ട എന്നൊരു ക്ലോസിലാണ് നമ്മള് ആ ഡിവോഴ്സ് സെറ്റിൽ ചെയ്യണത്. അതിനകത്ത് ആ ഡിവോഴ്സിന്റെ പേപ്പറില് പൈസയും വേണ്ട, ഒന്നും വേണ്ട എന്നും പറയുന്ന പോലെ ഒന്നുമല്ല. എന്തെങ്കിലുമൊക്കെ വേണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവൻ 1ഉം 2ഉം കെട്ടല്ല കെട്ടിയത്, 4 കെട്ടാ കൊല്ലം കെട്ടിയത്. ഉള്ള കാര്യം തുറന്നു പറയാലോ, ഒറ്റ മോളെ ഉള്ളൂ. ആ കുഞ്ഞിന് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകും. കാരണം അവനൊരു എന്താ പറയണ്ടേ, ഗതി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് വേണ്ട ഞാൻ പറഞ്ഞ, അത് കൂടിപ്പോകും. അത് ശരിയല്ല, അത് തെറ്റാണ്. അതെന്താണെന്ന് വിവരമുള്ളവർ ഊഹിച്ചെടുത്ത് വേണമെങ്കിൽ മെൻഷൻ ചെയ്തോ. ഓക്കെ, അത് ആ കൊച്ചിന് കിട്ടേണ്ടതാണെങ്കിൽ അത് മേടിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഒരു പെൺകൊച്ചാണ്. നിങ്ങൾ തന്നെ ഇവരുടെ ഈ ഒരു വീഡിയോക്കകത്ത് തന്നെ ഇരുന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അച്ഛൻ ഓൾറെഡി അച്ഛൻ മരിച്ചിട്ടുണ്ട്, അമ്മ, അനിയത്തി, പിന്നെ ഈ പറയുന്ന ഇവരാണെങ്കിൽ ഇവർ ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണൊറ്റയ്ക്ക് എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ട് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, നമുക്കിരുന്ന് പറയാൻ എളുപ്പമാണ്. ചില ആണുങ്ങളൊക്കെ കയറി, അറിയാമല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാനും, അല്ലെങ്കിൽ കയറി എന്താ പറയണ്ടേ, ആരുമില്ല എന്നറിയുമ്പോൾ കയറി വലിയ ആൾ കളിക്കാനും, ഏത് തരമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുകയൊക്കെ ചെയ്യും. പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞങ്ങ് ഫ്ലോ അങ്ങ് പോകുന്നുണ്ട്. കാരണം ഒറ്റയ്ക്കങ്ങ് നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. സമാധാനത്തോട് പറയാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ തലയിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ വരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കാണിച്ച പേപ്പറിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, കല്യാണത്തിന് പോലും ആസ് എ ഫാദർ ഒരു പൈസ പോലും തരില്ല. അപ്പോ അന്ന് തുടങ്ങി പാപ്പുവിന്റെ എല്ലാ എക്സ്പെൻസസും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ അച്ഛനും കൂടെ ഇല്ല ഞങ്ങൾക്ക്. അപ്പോ വീട്ടിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, നമുക്ക് അതിലോട്ട് പോകുന്നില്ല. ഇനി നമ്മളെന്തിനാ ഇമോഷണൽ ആവുന്ന ആ ഒരു കാര്യത്തിൽ. അത് പഴയ വീഡിയോ ആണ്. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വെച്ചത് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ. പിന്നെ വേണ്ട, ഇപ്പം കോകിലയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് നാട്ടിലെല്ലാം പാണ്ഡ്യന്മാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മഴയില്ല കേക്ക് കട്ട് பண்ண ഒരേ ഭർത്താവ് ഞാനാക്കി. ഇനിയും മഴയും കൊണ്ട് കേക്ക് കട്ടി. ആ കൊല്ലിയാനൊന്നും വെട്ടരുത്. പുറയിലെ കൊല്ലിയാൻ നിങ്ങൾ കണ്ടില്ലേ, അതൊന്നും വെട്ടരുത് മോനെ. വെട്ടിക്കഴിഞ്ഞാൽ തീർന്നു. അപ്പം തന്നെ മഴയിലും എന്താ പറയണ്ട, മെറ്റയിലൊക്കെ കട്ട് ചെയ്തതിൻ്റെ അവസ്ഥ വേറെ ആയിരിക്കും. ഒരേ ഒരു കാര്യം പറയട്ടെ, ജീവിതത്തിൽ എത്ര കഷ്ടം എന്തായാലും, എത്ര എന്തായാലും നാം അവന്റെ ഒത്തുകൊടുക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇവിടെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ ഇവന്റെ നാവിടിച്ച് കയറ്റുന്ന സ്വഭാവമാണെന്ന് തോന്നുന്നു. പിന്നെ കോകിലയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോകിലയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ ഒക്കെ നമ്മൾ ഇപ്പം ബാലണ്ണം കാണിക്കുന്ന മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു, സോഷ്യൽ മീഡിയ വന്നിട്ടുള്ളതും. കഥകളൊക്കെ പറയുവാണെങ്കിൽ ചക്കിക്കൊത്ത ചങ്കരൻ. കൊല്ലിയാൻ വിട്ടാ ചാവൂടാ, മാറിക്കടാ അവിടെ നിന്ന്, വേറെ വെക്കാം. അന്നേ പറഞ്ഞു 27-ാം തീയതി പിറന്നാൾ അന്ന് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു. നാളെ 2-ാം തീയതി കേസുണ്ട് അല്ലേ, டார்ச்சர் பண்றாங்க. எனக்கு പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ തമ്പിതാണ് കണ്ടത്. இதுக்கு முன்பு
ഞാൻ ആദ്യം ഒരു വീഡിയോ വെച്ചില്ലേ, അതിന് മുമ്പത്തെ ഒരു വീഡിയോ കേട്ടോ അത്. ഇവൻ എപ്പോഴും ഈ 2-ാം തീയതി എന്ന് പറയുന്നത് എന്തിനാണ്? എന്തോ ഒരു വള്ളി മണക്കുന്നുണ്ടല്ലോ. ഇനി എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് ഇനിയില്ലേ മമ്മൂട്ടി പോട്ടെ, മോഹൻലാലിൻ്റെ ആഗസ്റ്റ് 2 എന്ന് പറയുന്ന തൊട്ട് ഇനി ജൂൺ 2 എന്ന് പറഞ്ഞ് നടക്കൂ. ഇന്നല്ലേ 2-ാം തീയതി? മനസ്സിലാവുന്നില്ലല്ലോ. നോക്കട്ടെ. ഒന്നുമേ വേണ്ടാന്ന് പറഞ്ഞ ആളുകൾ, ഒന്നുമേ വേണ്ടാന്ന് മീഡിയ മുമ്പ് അഭിനയിച്ച് കരഞ്ഞ്, ക്യാമറ മുമ്പ് അഭിനയിച്ച് കരഞ്ഞ ആളുകൾ എന്നെ വിളിച്ച് വരുത്തി വയ്യാതിരിക്കുന്ന സമയത്ത് അന്ന് നീ വന്നല്ലേ വന്നിരുന്നു അല്ലേ? 10-ാം തീയതിയാ 9-ാം തീയതിയാ? ആണോ? ഓ, ഞങ്ങൾ അവിടെ ഇരുത്തി വളരെ മോശമായിട്ടുള്ള രീതിയിലൊരു എക്സ്പീരിയൻസ് വന്നു. അതെല്ലാം പോട്ടെ. പിന്നെ ഫോൺ കോളിൽ വിളിച്ച് നെഗോസിയേഷൻ നടത്തുന്നുണ്ട്. കേരളത്തിലുള്ള എല്ലാവർക്കും ഒരു ചോദ്യം ചോദിക്കണം. ഞാൻ എത്ര പേർക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കറിഞ്ഞോടാ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞോടാ. ഞാൻ അത്രയും ചെയ്തിട്ടുണ്ട്, അത്രയും ഞാൻ കൊടുത്തിരിക്കാൻ. ഇപ്പവും 2 ലക്ഷം രൂപ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പറയുന്നു. അന്ന് റിപ്പോർട്ടർ ചാനലില് ഒരു മൊട്ട മണ്ടയാണ്. മൊട്ടത്തല അവൻ പേരുന്ന അരുൺ. മൊട്ട മണ്ട അരുൺ, നീ കാരണമാണ് ഇത്രയും പ്രശ്നമായത് എന്റെ കുടുംബത്തിൽ. എന്ത് അടിസ്ഥാനത്തിൽ എന്നെ നീ വിളിച്ചു? എന്ത് അറിയാം നിനക്ക് അരുണെ? മൊട്ടത്തന്നെ നീ മണ്ടയിലും ഒന്നുമില്ല, അകത്തൊന്നുമില്ല. എന്ത് അടിസ്ഥാനത്തിൽ വിളിച്ചെന്നെ? 15 ലക്ഷം രൂപ ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾ ന്യൂസ് ഇടും? അപ്പടിയാ ആണോ? അവിടെ നിന്ന് തുടങ്ങിയതാ ഈ പ്രശ്നം. ഇത് ഇങ്ങനെ എന്ത് അടിസ്ഥാനം? உங்களுக்கு ரெக்கார்ட்ஸ் இருக்கணும். ரெக்கார்ட்ஸ் இல்லாம ஒரு சேட்டலைட் சேனல், ரிப்போர்ட்டர் சேனல் எப்படி எங்க நீங்கள் அது பாருங்க. If you dare come in live, எங்கிட்ட பேசு, லைவ்ல பேசு. அருண் தானே அவன் பேரு? மொட்டையா இருப்பான் அருண். ലൈവില് പേசு. ഈ ബാലയുടെ വിഷയം നടക്കുന്ന സമയത്ത് റിപ്പോർട്ടർ ചാനലിന്റെ ലൈസൻസ് പോലും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ അവര് ഇതൊരു വിഷയമായി കഴിഞ്ഞപ്പോ 20 കോടി രൂപയോളം ഒറ്റയടിക്ക് അടിച്ചിട്ടാണ് ആ സംഭവം എടുത്തത്. സംതിങ് റോങ്. അത് വിട്. അത് മൊട്ടയുടെ കേസ് കേട്ട് മൊട്ട അന്ന് ചാനലിൽ കൂടെ വന്നതൊക്കെ പറഞ്ഞത്. ഓക്കെ, എപ്പോഴും കഷ്ടപ്പെടുന്നത് മനസ്സിലാവുന്നുണ്ടോ? നീ പറഞ്ഞ ഒറ്റ ഒരു കള്ളത്തരം കൊണ്ട് ഒരു കുടുംബം നശിപ്പിക്കാനാണ്. പിന്നെ അവരുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. ആയിക്കോട്ടെ, ഞാൻ തെറ്റ് ചെയ്തില്ലെന്നുള്ള എല്ലാ എവിഡൻസും ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഇട്ടിരിക്കുന്ന FD ഡെപ്പോസിറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. കോടതിയെ എങ്ങനെ പറ്റിക്കാൻ പറ്റും? എങ്ങനെ പറ്റിക്കാൻ? നിങ്ങൾ മണ്ടന്മാരാണോ? കോടതി മുമ്പ് വെച്ചല്ലേ ഒപ്പിടുന്നത്? അവിടെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്? കാശ് അവിടെ വെച്ചിട്ടല്ലേ കൊടുക്കുന്നത്? DD ആയിട്ട് കൊടുക്കുന്നത്? ഒരു ബോധം വേണ്ടേ? നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് ആണ്, ഒരു ബോധം. നിങ്ങൾക്ക് അറിവില്ലേ? അറിവ് വേണ്ടേ? ഓക്കെ, ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ അങ്ങ് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ക്ലിയർ ആക്കാൻ നോക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. നിങ്ങൾ അതിൻ്റെ തെളിവ്, ഞാൻ മുമ്പ് എൻ്റെ ആദ്യം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ സോഷ്യൽ മീഡിയ ഇടുക, അതല്ലേ വേണ്ടത്. അത് അങ്ങനെ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇത് ഇത്രയും വഷളായി. ഇപ്പോൾ നിങ്ങൾ തന്നെ വളർന്ന സോഷ്യൽ മീഡിയ വന്നിട്ട് എന്തൊക്കെയോ വിവരക്കെടും പൊട്ടത്തരമൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കൊരു കൊടുത്തം കിട്ടുന്നില്ല. നീതി വേണം, കോപ്പ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പോയി അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ വെച്ചൊരു വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള സീക്രട്ട് ഏജന്റിനോട് പറഞ്ഞാൽ പുള്ളി ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. ഇതൊന്നും അറിയാതെ എലിസബത്ത് മാത്രം കിലോമീറ്റർ ഓടാൻ പോയതാ, തിരിച്ചു വന്നിട്ടുണ്ട് പുള്ളിക്കാരി. ഓക്കെ, അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ
അത് നല്ല കാര്യം. പക്ഷെ അതിന് തെളിവോ കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, വേറെ ഒന്നും കൊണ്ടല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികൾ പിന്നെയും വരും. ഇപ്പോൾ പല ആൾക്കാരും വീഡിയോ ചെയ്യുന്നുണ്ട്, മെയിനായിട്ട് നമുക്കറിയാവുന്ന ആൾക്കാരും അമൃതയുടെ കുടുംബമായിട്ടൊക്കെ സഹകരിക്കുന്ന ആൾക്കാരൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. എൻ്റെ അറിവില്ല, ഈ അടുത്ത സമയത്ത് പോലും ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഇനി ബാലണ്ണൻ്റെ നമ്പറാണോ, ഇനി ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാലണ്ണ തന്നെ തെളിയിക്കട്ടെ, അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്ബൊക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്.